മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഒരു കുടുംബത്തിലെ ഇളയ മകനെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്തെക്കുറിച്ചാണ് 2011 ഇറങ്ങിയ ദ ട്രീ ഓഫ് ലൈഫ് എന്ന സിനിമ പറയുന്നത്. മരണപ്പെട്ട മകൻ്റെ അമ്മ ദൈവത്തോട് ചോദിച്ചത് ഇപ്രകാരമായിരുന്നു: കർത്താവെ, എന്തിന്? നീ എവിടെയായിരുന്നു? ദൈവം മിണ്ടാതെ വിദൂരത്ത് ഇരിക്കുകയാണ് എന്നതാണ് അമ്മ ദൈവത്തെപ്പറ്റി കരുതിയിരുന്നത്. എന്നാൽ ദൈവം നേരിട്ട് സംസാരിക്കാത്തപ്പോഴും അവൻ സൃഷ്ടിയുടെ സൗന്ദര്യത്തിലൂടെ, സ്നേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ, ജീവിതത്തിൻ്റെ പ്രവാഹങ്ങളിലൂടെ നിശബ്ദമായി സംസാരിക്കുന്നു എന്നതാണ് സിനിമ പറയുന്ന യാഥാർത്ഥ്യം. മൗനം ശൂന്യതയല്ല, മറിച്ച് സാന്നിധ്യമാണ്. യഹൂദർക്ക് സ്ത്രീകളും വിജാതീയരും അവഗണിക്കപ്പെട്ട വർഗമായിരുന്നു. വിജാതീയ സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തുന്നതിലൂടെ രക്ഷ സാർവത്രികമാണ് എന്ന ആശയമാണ് ഇന്നത്തെ തിരുവചന ഭാഗത്തിൽ നാം കാണുന്നത്. കാനാന്യ സ്ത്രീയുടെ അഭ്യർത്ഥനയ്ക്ക് മുൻപിൽ ഈശോ ആദ്യം മൗനം പാലിച്ചു. പിന്നീട് അവൻ്റെ വാക്കുകൾ പോലും കടുപ്പമുള്ളതുപോലെ തോന്നി. എന്നാൽ ആ സ്ത്രീയുടെ ഒരിക്കലും പിന്തിരിയാത്ത പ്രാർത്ഥന, അവളുടെ കണ്ണീര്, സ്ഥിരത, അപേക്ഷയുടെ ശക്തിയും ഒടുവിൽ ഈശോയുടെ ഹൃദയത്തെ സ്പർശിച്ചു. ദൈവം ആദ്യമായി തിരസ്കരിച്ച പ്രാർത്ഥന കാനാൻകാരിയുടേതായിരുന്നില്ല. ദൈവം അവിടത്തേക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ തിരസ്കരിച്ചിട്ടുണ്ട്. 40 വർഷം മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ വഴി നടത്തി വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചിട്ടും ആ പുണ്യഭൂമിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച മോശയുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ഗെത്സമനിൽ രക്തം വിയർത്ത് ഈ പാനപാത്രം അകന്നു പോകട്ടെ എന്ന് സ്വപുത്രൻ പ്രാർത്ഥിച്ചിട്ട് പോലും നിഷേധിക്കപ്പെട്ടു. തൻ്റെ ശരീരത്തിൽ നിന്ന് മുള്ളെടുത്ത് മാറ്റണമെന്ന് പൗലോസ്ലീഹ 3 വട്ടം കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ദൈവം തിരുമനസ്സായിരുന്നില്ല. കേൾക്കപ്പെടുന്ന പ്രാർത്ഥനകളുടെ നിർവൃത്തിയിലല്ല, കേൾക്കപ്പെടാത്ത യാചനകളുടെ നിസ്സഹായതയിലായിരിക്കും ദൈവത്തിൻ്റെ ശക്തി കൂടുതൽ പ്രകടമാകുക. ദൈവം ചിലപ്പോഴൊക്കെ മിണ്ടാതിരിക്കും. എന്നാൽ അത് നമ്മെ നിരാശപ്പെടുത്താനല്ല, നമ്മുടെ വിശ്വാസം പരീക്ഷിക്കുവാനാണ്. സഹിഷ്ണുതയോടെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് ഉത്തരങ്ങൾ ഉടനെ ആവശ്യപ്പെടുന്നതല്ല, മറിച്ച് അവിടുത്തെ കരുണയിലും സമയത്തിലും വിശ്വസിച്ച് കൊണ്ടിരിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ നീ എന്നെ അനുഗ്രഹിക്കുകയല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞ് മൽപ്പിടുത്തം നടത്തുന്ന യാക്കോബും, സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ വർഷങ്ങളോളം ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ച് സാമുവേലിനെ മകനായി ലഭിച്ച ഹന്നയും, ഇന്നത്തെ തിരുവചന ഭാഗത്തിലെ കാനാൻകാരി സ്ത്രീയും വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ അടിയുറച്ചു നിന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു. മകൻ്റെ പരിവർത്തനത്തിനായി പ്രാർത്ഥിച്ച വിശുദ്ധ മോനിക്കയ്ക്ക് ഉത്തരം ലഭിച്ചത് മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ മാസങ്ങളിലോ അല്ലായിരുന്നു, അത് വർഷങ്ങളിലായിരുന്നു. അനാഥ ആശ്രമങ്ങളിലെ കുട്ടികൾക്കായി പതിറ്റാണ്ടുകളോളം സഹിഷ്ണുതയോടെ പ്രാർത്ഥിച്ച ജോർജ് മുള്ളറിൻ്റെ ചില പ്രാർത്ഥനകൾ ഉടൻ നിറവേറ്റപ്പെട്ടു. ചിലത് വർഷങ്ങൾക്ക് ശേഷവും, ചിലത് അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞുമാണ് ദൈവം പൂർത്തിയാക്കിയത്. എങ്കിലും ദൈവം ഒരിക്കലും പ്രാർത്ഥന അവഗണിച്ചിട്ടില്ല. സ്നേഹിതരെ, പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നില്ല എന്നാകുമ്പോൾ ഉപേക്ഷിക്കുവാൻ എളുപ്പമാണ്. പക്ഷേ കാനാൻകാരി നൽകുന്ന ചിന്ത പോലെ എത്ര പറിച്ചെറിഞ്ഞാലും അള്ളിപ്പിടിക്കുന്ന വിശ്വാസം നമുക്ക് ആവശ്യമാണ്. പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും നമ്മെ കീഴടക്കുന്ന ദുരിതങ്ങളിലും ആർജവത്തോടുകൂടെ കാനാൻകാരിയേകുന്ന സച്ചിന്തകൾ സ്വന്തമാക്കി മുന്നേറാം. സഹനങ്ങളോ ഞെരുക്കങ്ങളോ വിശ്വാസയാത്രയിൽ പിന്നോട്ട് വലിക്കാതെ ഉൾക്കരുത്തോടെ ക്രിസ്തുവിനെ അള്ളിപ്പിടിച്ച ജീവിത നൗക നമുക്ക് തുഴയാം. കാറ്റും കോളും നമ്മെ തളർത്തുവാൻ ശ്രമിക്കുമ്പോഴും അമരത്ത് ക്രിസ്തു ഉണ്ടെന്ന പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. അതിനായി സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.